നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ചിലതൊക്കെ പറയാനുണ്ട്, അങ്ങേ ചിലതൊക്കെ ഓർമ്മപ്പെടുത്താനുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. UDFന്റെ വെറും ഒരു നേതാവോ ഒരു സൈബർ അണിയോ ന്യായീകരണ തൊഴിലാളിയോ അല്ല. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ വി.ഡി. സതീശൻ അതിൽ നിന്നെല്ലാം വ്യതിചലിക്കുന്നു. മുൻപ് നമ്മൾ പിണറായി വിജയനിൽ കണ്ടിരുന്ന ഒരു ധാർഷ്ട്യം, അതേ ധാർഷ്ട്യത്തിലേക്കാണ് വി.ഡി. സതീശൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരുന്നു എന്നുള്ളത് വി.ഡി. സതീശൻ ഓർമ്മിച്ചു വെക്കുന്നത് നല്ലതാണ്. പിണറായിക്ക് സംഭവിച്ചത് തന്നെയായിരിക്കും ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ചാൽ നിങ്ങളെയും കാത്തിരിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി അങ്ങ് ന്യായീകരിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇങ്ങനെ തരംതാണ് പോകരുത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കാരണം എത്രയോ മഹാരഥന്മാർ ഇരുന്ന ഒരു കസേരയാണത്. ആ കസേരയ്ക്ക് ഒരു മഹത്വമുണ്ട്, അത് കാത്തു സൂക്ഷിക്കുക. സൈബർ കൊങ്ങികളുണ്ടല്ലോ, അതായത് ഇങ്ങനെ അന്തങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ, രാഷ്ട്രീയ അന്ധത ബാധിച്ച ആൾക്കാർ. അതുപോലെ സ്വന്തം പിഴവുകൾ ഉണ്ടാകുമ്പോൾ സ്വയം ഇരുന്നങ്ങ് ന്യായീകരിക്കുന്ന മെഴുകുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എവിടെ പോകുന്നു? അതായത് മുഖ്യമന്ത്രി ഇന്നും വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. മുൻപ് പിണറായി വിജയൻ തനിക്ക് അസൗകര്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ പുറത്തെടുക്കുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, വി.ഡി. സതീശൻ അതിൻ്റെ വേറൊരു റൂട്ടാണ് പിടിക്കുന്നത്. അതായത് എനിക്ക് അതിലൊന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇനി എനിക്കതിൽ ഒന്നും വിശദീകരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഒഴിഞ്ഞു മാറുന്നത് നിങ്ങൾക്ക് ഉത്തരം പറയാനില്ലാത്തത് കൊണ്ടാണ്. അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തെ പോലെ ഒന്നുമല്ല സാർ, കാലം മാറി. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് എല്ലാവരും അതെടുത്തിട്ട് അലക്കി വെളുപ്പിക്കും. ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായ മറുപടി പോലും നൽകാതെ വീണ്ടും അങ്ങ് തെന്നിത്തെറിച്ചു മാറുന്ന മുഖ്യമന്ത്രിയെയാണ് കേരളം ഇന്നും കണ്ടത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ വേറൊരു വെർഷനുമായിട്ടാണ് ഇത്തവണ മുഖ്യമന്ത്രി വന്നത്. കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്ററെ കാണാൻ അങ്ങോട്ട് പോയി എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് ഒന്ന് ഓർത്തു നോക്കുക, ഒരു മുഖ്യമന്ത്രി ഒരേ വിഷയത്തിൽ തന്നെ എടുത്ത നിലപാടുകൾ, പറഞ്ഞ ന്യായീകരണങ്ങൾ നമ്മളൊന്ന് നോക്കണം. ആദ്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇൻവെസ്റ്ററെ കാണാൻ പോയി എന്നായിരുന്നു. പിന്നീട് അത് മാറ്റി. പിന്നെ പറഞ്ഞത് കൊച്ചിയിൽ പോയപ്പോൾ ഇൻവെസ്റ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കണ്ടു എന്നാണ്. എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് കേരളത്തിന് ഒട്ടും ദഹിക്കുന്നതല്ല സാർ. നിങ്ങൾ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്? ചിലരെ രഹസ്യമായി കാണേണ്ടി വരും. എത്ര വിചിത്രമായ ഒരു വാദമാണ് മുഖ്യമന്ത്രി ഇത്തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയിരിക്കുന്നത്. എന്തിനാണ് സാർ നിങ്ങൾക്ക് ഇത്ര നിഗൂഢത കാണിക്കേണ്ട കാര്യം? കാരണം അങ്ങനെ രഹസ്യമായി കാണാൻ മാത്രം എന്ത് കാര്യമാണുള്ളത്? അല്ല, അപ്പോൾ എന്ത് ഡീലിങ്സ് ആണ് അവിടെ നടന്നത് എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കും. രഹസ്യമായി കാണുന്നു എന്ന് പറയുമ്പോൾ എന്തോ പുറത്തറിയാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ നടത്തി എന്നാണല്ലോ ഈ രഹസ്യ കൂടിക്കാഴ്ച. കേരളത്തെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? മുഖ്യമന്ത്രി അത് ജനങ്ങളോട് പറയണ്ടേ? ഞാൻ ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് പോയി, നിക്ഷേപം വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിക്ഷേപകരെ കണ്ട് സംസാരിക്കാൻ പോയി എന്നങ്ങ് പറഞ്ഞാൽ പോരെ? രഹസ്യമായി ചിലരെ കാണേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ കാര്യമാണോ എന്ന് ജനം ചോദിക്കും. മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് തെറ്റല്ലേ? നിങ്ങൾ ചെയ്ത സത്യപ്രതിജ്ഞയുടെ ലംഘനമല്ലേ മുഖ്യമന്ത്രി കാണിക്കുന്നത്? അതുകൊണ്ട് അതൊന്നും ഇവിടെ ചെലവാകില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട്ട് കയറി നമ്മൾ ആരും ചോദ്യം ചോദിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബകാര്യങ്ങൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഒന്നും ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ വരുന്നില്ല. പക്ഷേ സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയമാകുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകും സാർ. അപ്പോൾ ഈ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പറയുകയാണ്, ഞാൻ പോകുന്നതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് വേണോ പോകാൻ, എനിക്ക് ചില രഹസ്യ കൂടിക്കാഴ്ചകൾ വേണ്ടി വരും, അതൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കണോ എന്നൊക്കെ. ഈ അതായത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി, കുടുംബപരമായ എന്തെങ്കിലും കാര്യത്തിന് പോകുകയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കില്ല. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടക്ക് പുറത്ത് എന്ന് പറയാം. പക്ഷേ നിക്ഷേപകരെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ ഒരു കാര്യമാണല്ലോ. അത് എന്താണ് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ അറിയിച്ചേ കഴിയുകയുള്ളൂ. കാരണം ഈ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത് ജനങ്ങളെ ഭരിക്കാനല്ല സാർ, ഞങ്ങളെ സേവിക്കാനാണ് നിങ്ങളെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ആ ഒരു ഓർമ്മ വേണം.
ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഭരണഘടനയെ ചവിട്ടിത്തേക്കുന്ന നിലപാടുകൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ പ്രതികരിക്കാൻ ജനങ്ങൾ രംഗത്തേക്ക് വരും. ഇവിടുത്തെ ചെറുപ്പക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളവരെ ചവിട്ടി പുറത്താക്കും. ജന്തർ മന്ദറിൽ കണ്ട കാഴ്ച അതൊന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ള പ്രധാന കാര്യം ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി, അതായത് നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങൾ ജനകീയ സർക്കാരാണ്. ഈ ജനകീയ സർക്കാരിൻ്റെ വിസ്മയങ്ങളാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വല്ലാതെ നിങ്ങളെ പുച്ഛിച്ചു തുടങ്ങിയിട്ടുണ്ട്. കെ മുരളീധരൻ ആരോഗ്യമന്ത്രി പറയുകയാണ്, കറണ്ട് ഉള്ളപ്പോൾ ശസ്ത്രക്രിയ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി. കാശില്ലാത്ത ബസ്സിൽ എല്ലാവരും കൂടെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി വന്ന് ഇടിച്ചു കയറുകയാണെന്ന് അവരെ അപമാനിക്കുന്ന ഗതാഗത മന്ത്രി. എനിക്ക് ചില രഹസ്യ ചർച്ചകൾക്കൊക്കെ പോകേണ്ടി വരും എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ഇതെന്ത് വെള്ളരിക്ക പട്ടണമാണോ സാർ ഇത്? നിങ്ങൾ അനങ്ങുന്നതും തിരിയുന്നതും മറിയുന്നതും ഒന്നും നമ്മൾ ചോദിക്കാൻ വരുന്നില്ല. പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ ചില രഹസ്യ ഡീലിങ്സുകൾ നടത്താൻ പോകുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തെങ്കിലും നീക്കത്തിലേക്ക് നിങ്ങൾ കടന്നാൽ, അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ജനം ചോദ്യം ചെയ്യും. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്, കാലം മാറി, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാവരും അറിയും. ഈ 5 വർഷം കഴിയുമ്പോഴും നിങ്ങൾക്ക് വീണ്ടും ജനങ്ങളുടെ മുൻപിൽ ചെന്ന് വോട്ട് ചോദിക്കണമല്ലോ, തണ്ടണമല്ലോ. അപ്പോൾ ജനം കാർക്കിച്ച് തുപ്പാതിരിക്കണമെങ്കിൽ കുറച്ചൊക്കെ മയത്തിൽ പെരുമാറുക. ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ മടക്കി 8ആയി പോക്കറ്റിലിടുക. അങ്ങനെ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാണിക്കാൻ വന്നവരുടെ ഗതി ഓർക്കുന്നത് നന്നായിരിക്കും. ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ആ ഗതി ജനം കൊടുത്ത മറുപടിയാണ്. അവരാണ് രാജാക്കന്മാർ. അവർ രാജാവാകുന്ന ഒരു ദിവസം വരുമല്ലോ, ചൂണ്ടുവിരലിൽ മഷി പുരളുന്ന ദിവസം. അന്ന് നിങ്ങൾക്കൊക്കെ മറുപടി കിട്ടും. കാരണം അധികം അങ്ങ് ചവിട്ടിത്തേക്കാൻ നിൽക്കരുത്. അളമുട്ടിയാൽ പാമ്പും കടിക്കും എന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി നിന്നങ്ങ് ഉരുകുകയായിരുന്നു ചോദ്യങ്ങൾക്ക്. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി വിഷയം വഴിതിരിച്ചു വിടാനുള്ള ഒരു നീക്കമാണ് വി.ഡി. സതീശനിൽ ഉണ്ടാകുന്നത്. നമുക്കറിയാം, വി.ഡി. സതീശൻ നല്ല തന്ത്രശാലിയാണ്. വന്ന് വീണാൽ 4 കാലിൽ വീഴുന്ന ആളാണ്. അത് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാകും. മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായിരുന്നു? ഇവിടെ ചോദ്യം വന്നത്, പ്രളയമുണ്ടായി ജനം ഇവിടെ വെള്ളത്തിൽ കിടക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തിന് സൽക്കാരത്തിന് പോയി എന്നുള്ളതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിന്നീട് അതിനെ വളച്ചു തിരിച്ചത് എങ്ങനെയാണ്? കൈയൊക്കെ തൊഴുതുകൊണ്ട് ഞാൻ ഒന്ന് ഭക്ഷണം കഴിച്ചു പോയി 3 മണിക്ക്, അത് തെറ്റായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ആരെയാണ് സാർ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? ജനങ്ങൾ മുഴുവൻ അങ്ങ് വിഡ്ഢികളാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഈ അന്തം കൊങ്ങികൾ മാത്രമല്ല കേരളത്തിലുള്ളത്. ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും രാഷ്ട്രീയമില്ലാത്തവരും ഒക്കെ ഇവിടെ മനുഷ്യന്മാരാണ്. അവരൊക്കെ അരിയാഹാരമാണ് സാർ തിന്നുന്നത്. അവർക്കതൊക്കെ കാര്യം മനസ്സിലാകും. നിങ്ങൾ 3 മണിക്ക് പോയി ഭക്ഷണം കഴിച്ചതിനെ അല്ല ഇവിടെ ആരും വിമർശിച്ചത്. അതിനെ ആരും ചോദ്യം ചെയ്യാൻ വന്നില്ല. നിങ്ങൾ ഔചിത്യം കാണിക്കണമായിരുന്നു. അതായത് ഇവിടെ മനുഷ്യർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളങ്ങ് പാണക്കാട്ട് സൽക്കാരത്തിന് പോയതിനെയാണ് സാർ പറഞ്ഞത്. അല്ലെങ്കിലും ഇത് പാണക്കാട്ടെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള വലിയ ഒരു ആക്ഷേപം നിങ്ങൾക്ക് മേലുണ്ട്. മുഖ്യമന്ത്രി കസേര നിങ്ങൾക്ക് കിട്ടാൻ ലീഗാണ് കളിച്ചതെന്നും ഇവിടെ ഒരു ആക്ഷേപമുണ്ട്. അതിനെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് വി.ഡി. സതീശനിൽ നിന്നുണ്ടാകുന്ന ചില പ്രവർത്തികൾ. അതിനെയാണ് വിമർശിക്കുന്നത്. സൽക്കാരത്തിന് പോയതിനെയാണ് വിമർശിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ ജനം പൊറുതിമുട്ടി കിടക്കുമ്പോൾ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പോയിരിക്കുന്നു. വിമർശനങ്ങൾ വരില്ലേ സാർ? വിമർശനങ്ങൾ വരാതിരിക്കണമായിരുന്നെങ്കിൽ പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെല്ലുക, അത് വളച്ചൊടിക്കാൻ ശ്രമിക്കുക, ഇതൊന്നും വിലപ്പോകില്ല. പറഞ്ഞില്ലേ, എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിക്ഷേപകരെ കാണാൻ അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താണ്? മുഖ്യമന്ത്രിയെ കാണാൻ നിക്ഷേപകർ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? തമിഴ്നാട്ടിൽ ഇതേ നിക്ഷേപകർ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് CM-നെ കണ്ടു എന്ന് പറഞ്ഞു. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയല്ലേ കണ്ടത്? നിക്ഷേപകരുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററും ചാർട്ടർ ചെയ്ത് ഒരൊറ്റ പോക്കാണ്. മുഖ്യമന്ത്രിയെ കാണാൻ നിക്ഷേപകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരട്ടെ, അപ്പോഴല്ലേ മുഖ്യമന്ത്രിക്ക് ഒരു ഗുമ്മുള്ളൂ. എന്തായാലും പറഞ്ഞ ഡയലോഗുകൾ, നിരത്തിയ ന്യായീകരണങ്ങളെല്ലാം അടപടലം പൊളിഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശനോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കൊരു പ്രോമിസ് കൊടുത്തിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മിപ്പിക്കാം. മറന്നുപോയെങ്കിൽ ഇത് ജനകീയ സർക്കാരാണ്. ഓരോരുത്തരും ജനകീയരായ മന്ത്രിമാരും നേതാക്കളും ഒക്കെ ആയിരിക്കും. മുൻ സർക്കാരിന് സംഭവിച്ച പിഴവുകൾ ഞങ്ങൾക്ക് സംഭവിക്കില്ല. മുൻ സർക്കാരിൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഞങ്ങൾക്കുണ്ടാകില്ല. ഞങ്ങൾ ജനകീയ സർക്കാരാണ് എന്ന് ആ പ്രോമിസ് നിങ്ങൾ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ
ഇവിടുത്തെ ജനങ്ങളെ, നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ അവരെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഉയരും സാർ. മറുപടികൾ നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, അല്ലാതെ വി ഡി സതീശൻ എന്ന വ്യക്തിയോടല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഇന്ന് വീണ്ടും ഒരു ഭീഷണിയും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രി വന്നിരുന്നു. അതായത് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ പ്രിയദർശിനി യാത്രയെക്കുറിച്ചുള്ള ആ വിവാദ പരാമർശമുണ്ടല്ലോ, അതിൽ വലിയ രീതിയിൽ ഇവിടെ ട്രോള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഇന്ന് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. മന്ത്രി ഖേദപ്രകടനം നടത്തിയല്ലോ, ഇനി എന്തിനാണ് അത് പറയുന്നത്, ഇനി അതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന്. ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ജനങ്ങൾ എന്ത് പറയണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. വിമർശിക്കേണ്ടതിനെ അവർ വിമർശിക്കുക തന്നെ ചെയ്യും. അത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിരുന്നാലും വിമർശിക്കും, പിണറായി വിജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും CPM-കാർ അവരുടെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നാലും വിമർശിക്കും, മോദിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആയിരുന്നാലും ധാർഷ്ട്യവും അഹങ്കാരവും മുടയും കാണിച്ചാൽ ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.